US ഐക്യനാടായ മിനിസോട്ടയിലെ മിനിയാപോളിസിൽ നടന്ന വെടിവെപ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പോപ്പ് ലിയോ 14 അനുശോചനങ്ങൾ രേഖപ്പെടുത്തിയതിനോടൊപ്പം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും അനുശോചനത്തോടൊപ്പം പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. JD വാൻസിന്റെ ഈ പരാമർശം ഡെമോക്രാറ്റിക് അനുഭാവികളെ ചൊടിപ്പിക്കുകയും തുടർന്ന് വാൻസിന്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ആവശ്യകതയെ വിമർശിക്കുകയും ചെയ്തു. പ്രസ്തുത വിമർശനത്തിന് പ്രതികരണവുമായി വൈസ് പ്രസിഡന്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച് പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്തു. ഹൃദയങ്ങൾ നൊമ്പരപ്പെടുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അർത്ഥനകൾ ദൈവം കേൾക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥന വഴി മനുഷ്യന് നിഗൂഢമായ വഴിത്താരകളിലൂടെ ദൈവം പ്രവർത്തിക്കുകയും തീരുമാനമെടുക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. ഈ വാക്യങ്ങളാണ് വൈസ് പ്രസിഡന്റ് തന്റെ പോസ്റ്റിൽ കുറിച്ചത്. മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ എന്തിനാണ് വിമർശകർ നാവുകൊണ്ട് ആക്രമിക്കുന്നതെന്ന് JD വാൻസ് പോസ്റ്റിൽ ചോദിക്കുകയുണ്ടായി. വൈറ്റ് ഹൌസിലെ മുൻ പ്രസ് സെക്രട്ടറിയായി സേവനം ചെയ്തിരുന്ന ജെൻ സാക്കിയാണ് വൈസ് പ്രസിഡന്റിന്റെ പ്രാർത്ഥന ആഹ്വാനത്തോട് വിമർശന രൂപേണ പ്രതികരിച്ചത്. ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ചിന്തകളും പ്രാർത്ഥനകളുമാണോ പ്രതിവിധി എന്ന ഭാവത്തിലായിരുന്നു വിമർശനം. പ്രാർത്ഥന കൊണ്ട് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ലെന്നും പ്രാർത്ഥന കൊണ്ട് മരിച്ചുപോയ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുമോ എന്നും US-ലെ മുൻകാല പ്രസ് സെക്രട്ടറി ജെൻ സാക്കി എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ ചോദിച്ചിരുന്നു. മിനിയാപോളിസിലെ ഡെമോക്രാറ്റിക് മേയറായി സേവനം ചെയ്യുന്ന ജേക്കബ് ഫ്രയും പ്രാർത്ഥനയുടെ ഈ ആവശ്യകതയെക്കുറിച്ച് പ്രസ് കോൺഫറൻസിൽ നടത്തിയ സംഭാഷണത്തിൽ ചോദ്യം ഉന്നയിച്ചിരുന്നു. അതേസമയം എക്സിലെ മറ്റൊരു പോസ്റ്റിൽ ഇടതുപക്ഷ രാഷ്ട്രീയാനുഭാവികൾ എന്തുകൊണ്ടാണ് പ്രസ്തുത വെടിവെപ്പ് സംഭവത്തെ സംബന്ധിച്ച് പ്രാർത്ഥനയുടെ ആവശ്യകതയെ വിമർശിക്കുന്നതെന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസ് ചോദിച്ചിരുന്നു. എന്നാൽ JD വാൻസിനെതിരായുള്ള ജെൻ സാക്കിയുടെ എക്സിലെ പോസ്റ്റിന് ഫ്രാൻസിസ്കൻ യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റൂബൻവില്ലയിലെ കാര്യാലയം പ്രതികരിച്ചിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് തുടരുമെന്നും വെറും നിഷ്ക്രിയരായതുകൊണ്ടല്ല, പിന്നെയോ പ്രാർത്ഥന വഴി ദൈവം മനുഷ്യർക്ക് നീതിയും സമാധാനവും സൗഖ്യവും നൽകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നതെന്നും എക്സിൽ പങ്കുവച്ചു. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 28 ഫ്രാൻസിസ്കൻ യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റൂബൻവില്ല കമ്മ്യൂണിറ്റി വെടിവെപ്പിൽ ഇരകളായവർക്കും അമേരിക്കയ്ക്കും വേണ്ടി യൂണിവേഴ്സിറ്റി ചാപ്പലിൽ തിരുമണിക്കൂർ അനുഷ്ഠിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.